Welcome to PR Maths. Today we are going to discuss about first chapter in plus 2, that is relations and functions. നമ്മുടെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ. ഇതില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്, ഇൻവെർട്ടബിൾ ഫങ്ഷൻസ്, ബൈനറി ഓപ്പറേഷൻ, ഇങ്ങനെ 5 ടോപ്പിക്കുകളായിട്ടാണ് നമ്മുടെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുള്ളത്. സ്വാഭാവികമായിട്ടും അതിൽ ആദ്യത്തെ നമ്മൾ നോക്കേണ്ടത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻസിനെ കുറിച്ചാണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻസിലേക്ക് കിടക്കുകയാണ്. യെസ്, ലുക്ക് ഹിയർ. Let A is equal to set 1, 2, 3. B is equal to set 3, 4. A, B രണ്ട് സെറ്റുകളാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എഴുതാൻ പോകുന്നത് then the Cartesian product of set A and set B. Cartesian product ഓൾറെഡി നമ്മൾ +1 പഠിച്ചതാണ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് നമ്മൾ എ ക്രോസ് ബി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എ ക്രോസ് ബി എങ്ങനെയാണ് എഴുതുക? ഓർഡേർഡ് പെയർ ആയിട്ടാണ് എഴുതുക. ഓർഡേർഡ് പെയർ. ഫസ്റ്റ് എലമെന്റ് ഇൻ സെറ്റ് എ ആൻഡ് ദ സെക്കൻഡ് എൻട്രി ഓർ എലമെന്റ് ഇൻ സെറ്റ് ബി. നോക്കൂ, നിങ്ങൾ എ ക്രോസ് ബി എഴുതി. എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1 3 1 4 2 3 2 4 3 3 3 4. അത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഇവിടെ ഞാൻ താഴെ എഴുതിയിരിക്കുന്ന കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ റൂൾ മെത്തേഡ് ഓർ സെറ്റ് ബിൽഡർ മെത്തേഡ്, ഓർഡേർഡ് പെയർ എക്സ് വൈ, ജനറൽ എലമെന്റ് എക്സ് വൈ, ഫസ്റ്റ് എൻട്രി ഇൻ സെറ്റ് എ. ഇതിന് ഫസ്റ്റ് എൻട്രി സെറ്റ് എ എക്സ് ബിലോങ്സ് ടു എ ആൻഡ് ദ സെക്കൻഡ് എൻട്രി വൈ ബിലോങ്സ് ടു ബി. This is the rule method or set builder form of A cross B. ഇനി നമ്മൾ നോക്കൂ, നമ്പർ ഓഫ് എ, എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 3, 1 2 3. ആൻഡ് നമ്പർ ഓഫ് ബി ഈസ് ഈക്വൽ ടു 2. ദെൻ നമ്പർ ഓഫ് എ ക്രോസ് ബി, എ ക്രോസ് ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് ബി, അതായത് 3 into 2, 6 എലമെന്റ്സ് ആണ് ഏതിലുള്ളത്? എ ക്രോസ് ബിയിലുള്ളത്. ഓക്കെ, അതിന് നമുക്കൊരു ജനറൽ റിസൾട്ട് കൊടുക്കാം. ഇഫ് നമ്പർ ഓഫ് എ ഈസ് ഈക്വൽ ടു എം ആൻഡ് നമ്പർ ഓഫ് ബി ഈസ് ഈക്വൽ ടു എൻ, then number of A cross B is equal to m into n. m into n. ഇനി ഞാൻ നിങ്ങളോട് +1 പഠിച്ചൊരു കാര്യം പറയാണ്. ഒരു സെറ്റില് n എലമെന്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സെറ്റില് n എലമെന്റ്സ് ആണെങ്കിൽ അതിന് എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും? 2n സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. ഒരു സെറ്റില് n എലമെന്റ്സ് ആണെങ്കിൽ 2n സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. നമ്മൾ പറയുന്നത് ഇവിടെ എ ക്രോസ് ബിയില് എത്ര എലമെന്റ്സ് ഉണ്ട്? 6 എലമെന്റ്സ് ആണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും? ഹിയർ എ ക്രോസ് ബി ഹാവ് 2 to 6 subsets. Here A cross B have 2 to 6 subsets. 2 to 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64. അപ്പൊ ഇതിന് 64 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, മേക്ക് എ നോട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് എ ക്രോസ് ബിക്ക് 2 to 6 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. Each and every subset of A cross B, ഈ A cross B യുടെ ഏതൊരു സബ്സെറ്റിനെയും എയിൽ നിന്ന് ബിയിലേക്ക് വരുന്ന റിലേഷനാണ് എന്ന് പറയാം. Each and every subset of A cross B, A cross B യുടെ ഏതൊരു സബ്സെറ്റ്
സബ്സെറ്റിനെയും, എത്ര സബ്സെറ്റുകളുണ്ട്? 2�6 സബ്സെറ്റ് ഉണ്ട്. ഇതിൽ ഏതൊരു സബ്സെറ്റിനെയും നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് വരുന്ന റിലേഷൻ ആണ് എന്ന് പറയും. നോക്കൂ, ഈച്ച് ആൻഡ് എവരി സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി. ഇവിടെ എ ക്രോസ് ബിക്ക് 2�6 സബ്സെറ്റുകളുണ്ട്. ഈ എല്ലാ സബ്സെറ്റുകളും എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ ആണ്. Therefore, there are 2�6 റിലേഷൻസ് ഫ്രം എ ടു ബി. ഈ ഒരു കേസിൽ എയിൽ നിന്ന് ബിയിലേക്ക് 2�6, അതായത് 64 റിലേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ അത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. നോക്കൂ, റിലേഷൻസ് എ ക്രോസ് ബിന്റെ സബ്സെറ്റ് ആണ്. ഞാൻ എഴുതിയ ഫസ്റ്റ് റിലേഷൻ നോക്കൂ, 1 3 2 3 2 4 3 4. ഇത് എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ്. കാരണം ഇതിലുള്ള എല്ലാ എലമെന്റ്സും എ ക്രോസ് ബിയിലുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സെക്കൻഡ് വൺ നോക്കൂ, 3 3 3 4 1 4. നോക്കൂ, ഇത് എ ക്രോസ് ബിന്റെ സബ്സെറ്റ് അല്ലേ? നോക്കൂ, എ ക്രോസ് ബിന്റെ സബ്സെറ്റ് ആണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ ആണ്. 1 4 2 4 എ ക്രോസ് ബിന്റെ സബ്സെറ്റ്. ഞാൻ പറഞ്ഞു എത്ര റിലേഷൻസ് ഉണ്ട്? 2�6, അതായത് 64 റിലേഷൻസ്. ഇതില് 3 റിലേഷൻ ആണ് ഞാൻ എഴുതിയത്. ഇനി അങ്ങനത്തെ നമുക്ക് 61 റിലേഷൻസും കൂടി എഴുതാം. ഏതായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഓൾവേസ് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ക്ലിയർ? നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. അപ്പൊ ഞാനിവിടെ 3 റിലേഷൻ എഴുതിയിട്ടുണ്ട്. ഇനി നോക്കൂ, ഈ നൾ സെറ്റ് എന്ന് പറയുന്നത് 5 നൾ സെറ്റ് എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. അപ്പൊ ഈ 5 എ ക്രോസ് ബിന്റെ സബ്സെറ്റ് അല്ലേ? എ ക്രോസ് ബിന്റെ സബ്സെറ്റ് ആണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ ആണ് അല്ലെ? അപ്പൊ 5 എന്ന് പറയുന്നത് നൾ സെറ്റ്, R എന്ന് പറയുന്നത് 5 എന്ന് പറയുന്നതും എന്തായിരിക്കണം? റിലേഷൻ ആയിരിക്കണം. R is equal to 5 is a relation from A to B. Relation from A to B. R is equal to 5 is a relation from A to B, called empty relation. പറയൂ, called empty relation or null relation. Empty relation or null relation. അപ്പൊ empty സെറ്റ് 5നെയാണ് നമ്മൾ എന്ത് പറയുക? empty relation എന്ന് പറയുക. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ. എ ക്രോസ് ബി എന്ന് പറയുന്ന മുഴുവനായിട്ടുള്ള സെറ്റ്, എ ക്രോസ് ബി എന്ന് പറയുന്ന കംപ്ലീറ്റ് സെറ്റ് ഇതിന്റെ തന്നെ സബ്സെറ്റ് അല്ലേ? എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. അങ്ങനെയാണെങ്കിൽ ഈ എ ക്രോസ് ബി എന്ന് പറയുന്ന കംപ്ലീറ്റ് സെറ്റും എന്തായിരിക്കണം? എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ ആയിരിക്കണം അല്ലെ? ആ 64 റിലേഷൻസിൽ ഒന്ന് 5ഉം ഒന്ന് എ ക്രോസ് ബിയുമാണ് വരിക. ഇതിൽ 5നെ നമ്മൾ പറയും എംപ്റ്റി റിലേഷൻ, എ ക്രോസ് ബിനെ നമ്മൾ പറയും യൂണിവേഴ്സൽ റിലേഷൻ. യൂണിവേഴ്സൽ റിലേഷൻ. R is equal to 5 is an empty relation and R is equal to A cross B is a universal relation. Okay, clear? Then both empty relations and universal relations, both empty relations and
universal relations are called trivial relations. ഈ empty relationsനെയും യൂണിവേഴ്സൽ റിലേഷൻസിനെയും നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ട്രിവിയൽ റിലേഷൻസ്. അപ്പൊ രണ്ട് ടൈപ്പ് റിലേഷൻ ആണ് നമ്മൾ പഠിച്ചത്. ഒന്ന് എംപ്റ്റി റിലേഷനും രണ്ടാമത് യൂണിവേഴ്സൽ റിലേഷൻ. ഓക്കെ, മേക്ക് എ നോട്ട്. Okay. A is equal to set 1, 2, 3, 4. ഒരു സെറ്റ്. Let R be the relation on A. What do you mean by relation on A? It is relation from A to A. Relation എപ്പോഴും ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കാണ് ഉണ്ടാവുക. അപ്പൊ റിലേഷൻ ഓൺ എ എന്ന് പറഞ്ഞാൽ ആർ ഫ്രം എ ടു എ, എയിൽ നിന്ന് എയിലേക്ക് തന്നെ. നാച്ചുറലി ഈസ് ദ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. എ ടു ബി ആണെങ്കിൽ എ ക്രോസ് ബിന്റെ സബ്സെറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എ ടു എ ആണെങ്കിൽ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. ഇവിടെ എ ക്രോസ് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? നമ്പർ ഓഫ് എ ക്രോസ് എ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് എ. അപ്പൊ 4x4. അങ്ങനെയാണെങ്കിൽ 216 സബ്സെറ്റുകൾ ഉണ്ടാവും. എല്ലാ സബ്സെറ്റും റിലേഷൻസ് ആയതുകൊണ്ട് 216 റിലേഷൻസ് ഓൺ എ. 216 എത്രയാണോ അത്രയും റിലേഷൻസ് എയിൽ നിന്ന് എയിലേക്ക് തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, നോക്കൂ. കൺസിഡർ ദ ഫോളോയിങ് റിലേഷൻസ്. നമ്മൾ പറഞ്ഞു 216 റിലേഷൻസ് ഉണ്ടാവും. അതിന് ഞാൻ രണ്ട് റിലേഷൻസ് നിങ്ങൾക്ക് ഇതാ എക്സാമ്പിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. റിലേഷൻ ഓൺ എ ആണ്, ദാറ്റ് ഈസ് എ ടു എ ആണ്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കൂ. 1 1, 2 2, 3 3, 4 4. ഇത് ഏതിന്റെ സബ്സെറ്റ് ആണ്? എ ക്രോസ് എയുടെ സബ്സെറ്റ്. ഓക്കെ, ദെൻ സെക്കൻഡ് എക്സാമ്പിൾ നോക്കൂ. 1 1, 1 3, 1 2, 2 2, 3 3, 3 2, 4 4. നിങ്ങൾ നോക്കേണ്ടത് ഈ രണ്ട് റിലേഷൻസിലും എന്ത് പ്രത്യേകതയാണുള്ളത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എങ്ങനെയൊക്കെയാണുള്ളത് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യും. അതായത് 1 1, 2 2, 3 3, 4 4. ഇതിനു മുൻപ് ഏത് നോക്കൂ. 1 1, 2 2, 3 3, 4 4. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ പറയുന്നത്. 1 എന്ന് പറയുന്നത് ഗിവൺ സെറ്റിലെ എലമെന്റ് ആണ്. നോക്കൂ, രണ്ട് റിലേഷനിലും 1 1 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ഉണ്ട്. 1 1 1 1. നോക്കൂ, 2 എന്ന് പറയുന്നത് സെറ്റിലെ എലമെന്റ്സ് ആണ്. രണ്ട് റിലേഷനിലും 2 2 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ഉണ്ട്. 3 സെറ്റിലെ എലമെന്റ്സ് 3 ബിലോങ്സ് ടു എ. രണ്ട് റിലേഷനിലും 3 3. ഓക്കെ, 3 3. Then 4 belongs to A implies 4 4 belongs to R. ഈ സെറ്റിൽ 5 എന്നുള്ള എലമെന്റ്സ് ഉണ്ടെങ്കിൽ റിലേഷനിൽ നിർബന്ധമായും ഏതോടേയുടെ പേര് വരണം? 5 5 വരണം. സ്വാഭാവികമായും ഒരു ഡൗട്ട് നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. ഒന്നാമത്തെ റിലേഷനിൽ 1 1, 2 2, 3 3, 4 4 ഉണ്ട്. രണ്ടാമത്തെ റിലേഷനിലും ഈ 4 ഓർഡേർഡ് പെയേഴ്സും ഉണ്ട്. സെക്കൻഡ് റിലേഷനില് ഈ 1 1, 2 2, 3 3, 4 4 അല്ലാതെ മറ്റ് ഓർഡേർഡ് പെയേഴ്സ് കൂടി കയറി വന്നിട്ടുണ്ട്. അത് നമ്മുടെ കണ്ടീഷനെ എഫക്ട് ചെയ്യുന്നില്ല. നമ്മുടെ കണ്ടീഷനെ എന്താണ് എഫക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
1 1 2 2 3 3 4 4 ഈ 4 ഓർഡേർഡ് പെയേഴ്സും നിർബന്ധമായും റിലേഷനിൽ ഉണ്ടായിരിക്കണം. മറ്റ് ഓർഡേർഡ് പെയേഴ്സ് വന്നാൽ അതൊരു പ്രശ്നമല്ല. നോട്ട് എഫക്ട് അവർ കണ്ടീഷൻ. ദാറ്റ് ഈസ് such types of relations are called reflexive relations. Reflexive relations. Reflexive relations. ജനറൽ ആയിട്ട് നമുക്ക് എഴുതാം എ എന്ന് പറയുന്നത് ഗിവൺ സെറ്റിലെ എലമെന്റ് ആണെങ്കിൽ, ഗിവൺ സെറ്റിലെ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ സ്മോൾ ലെറ്റർ എ ഉപയോഗിച്ചു. ഏത് ടൈപ്പ് ഓർഡേർഡ് പെയർ ആണ് റിലേഷനിൽ ഉണ്ടാവേണ്ടത്? ഏത് ടൈപ്പ് ഓർഡേർഡ് പെയർ ആണ്? നോക്കൂ, 1 1 2 2 3 3 4 4. അപ്പൊ നമ്മൾ എങ്ങനെയാണ് എഴുതുക? എ ബിലോങ്സ് ടു ആർ for every A belongs to the given set. This is the standard definition of reflexive relation. പറയുന്നത് ഒന്നേ ഉള്ളൂ. ഒരു വർഷം എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് എ ഈസ് ഈക്വൽ ടു 4. ശ്രദ്ധിക്കും, 4. ഇവിടെ 4 എലമെന്റ്സ് ആണ്. ഇത് രണ്ടും റിഫ്ലക്സീവ് റിലേഷൻ ആണ്. അപ്പൊ ഒരു റിഫ്ലക്സീവ് റിലേഷൻ ആവണമെങ്കിൽ അതിന് മിനിമം എത്ര ഓർഡേർഡ് പെയേഴ്സ് ഉണ്ടായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു സെറ്റിൽ 4 എലമെന്റ്സ് ആണ്. അത് റിഫ്ലക്സീവ് റിലേഷൻ ആവണമെങ്കിൽ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയേഴ്സ്, നോക്കൂ, മിനിമം ഏതൊക്കെയൊക്കെ വേണം? 1 1 2 2 3 3 4 4. ആ 4 ഓർഡേർഡ് പെയേഴ്സ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. അതിൽ കൂടുതൽ വന്നാൽ കണ്ടീഷൻ എഫക്ട് ചെയ്യില്ല. അപ്പൊ മിനിമം നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ഒരു സെറ്റിൽ 5 എലമെന്റ്സ് ആണെങ്കിൽ റിഫ്ലക്സീവ് റിലേഷനിൽ മിനിമം നമ്പർ ഓഫ് ഓർഡേർഡ് പെയേഴ്സ് 5 ആയിരിക്കണം. 5ൽ കൂടിയാൽ ഒരു പ്രശ്നമല്ല, മിനിമം 5 എങ്കിലും വരണം. ഓക്കെ, അത് ഞാനൊരു നോട്ടാക്കിയിട്ട് താഴെ എഴുതുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കൂ. എ സെറ്റ് കണ്ടെയ്ൻസ് m elements. M ആയിക്കോട്ടെ, m elements. A set contains m elements. Then the minimum number of ordered pairs, minimum number of ordered pairs in a reflexive relation, in a reflexive relation on the set is, പറഞ്ഞോളൂ, എത്രയാണ്? m തന്നെയാണ്. മിനിമം m ഓർഡേർഡ് പെയേഴ്സ് ഉണ്ടായിരിക്കണം. Such types of relations are called reflexive relations. Okay, make a note. അപ്പൊ നമ്മൾ റിഫ്ലക്സീവ് റിലേഷൻസ് പഠിച്ചു കഴിഞ്ഞു മക്കളെ. ഇനി നമ്മൾ അടുത്ത റിലേഷൻസിലേക്ക് പോവാണ്. ശ്രദ്ധിക്കൂ. കൺസിഡർ ദ ഫോളോയിങ് റിലേഷൻസ് ഇൻ ദ സെയിം സെറ്റ്. 1 2 2 1 3 4 4 3. എന്താണ് ഈ റിലേഷന്റെ പ്രത്യേകത? 1 2 എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ റിലേഷനിലുണ്ട്. അതേ റിലേഷനിൽ തന്നെ 2 1 വരുന്നുണ്ട്. മനസ്സിലാവുന്നല്ലോ? 1 2 അത് തിരിച്ച് 2 1. ഇതൊക്കെ എക്രോസിയന്റെ സബ്സെറ്റുകളാണ്. ഓക്കെ, ദെൻ നോക്കൂ, 3 4 ബിലോങ്സ് ടു ആർ, which implies 4 3 belongs to R. 3 4 അത് ഞാൻ തിരിച്ചു. അതെന്താണ് തിരിച്ചിടുമ്പോ എങ്ങനെയാ? 4 3 അത് അതേ റിലേഷനിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഫോളോ ചെയ്യുന്നതല്ലോ. നോക്കൂ, രണ്ടാമത്തെ റിലേഷൻ സെയിം ആണ്. 2 3 2 3 തിരിച്ചിട്ടാ 3 2. 4 4 ഇതാണ് രസം. 4 4 4 4 തിരിച്ചിട്ടാ 4 4 തന്നെയാണ്.
അപ്പൊ അത് ഒരു സെറ്റിന്റെ ഉള്ളിൽ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അതുകൊണ്ടാണ് വീണ്ടും 4 എന്ന് എടുത്ത് എഴുതാത്തത്. ഓക്കെ, നമ്മൾ പറഞ്ഞു വരുന്നത് നോക്കൂ. എ ബി എന്ന ടൈപ്പിലുള്ള ഓർഡേർഡ് പെയർ റിലേഷനിൽ വന്നാൽ, റിലേഷനിൽ വന്നാൽ വിച്ച് ഇംപ്ലൈസ് അതേ റിലേഷനിൽ തന്നെ ബി എയും വരണം. ഫോർ എവരി എ കോമ ബി ബിലോങ്സ് ടു ദ ഗിവൺ സെറ്റ്. എയും ബിയും ഒക്കെ ഗിവൺ സെറ്റിലെ എലമെന്റ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എ ബി ബിലോങ്സ് ടു ആർ വിച്ച് ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ. നമ്മൾ പറയും സിമട്രിക് റിലേഷൻ. സിമട്രിക് റിലേഷൻ. സിമട്രിക് റിലേഷൻ. സിമട്രിക് റിലേഷൻ. AB belongs to R implies BA belongs to R, called symmetric relation. ഒരു ഓർഡേർഡ് പെയർ വന്നാൽ അത് തിരിച്ചിട്ടാണ് വരുന്ന ഓർഡേർഡ് പെയറും അതേ റിലേഷനിൽ തന്നെ ഉണ്ടായിരിക്കണം, കോൾഡ് സിമട്രിക് റിലേഷൻ. ഓക്കെ, മേക്ക് എ നോട്ട്. അപ്പൊ രണ്ട് ടൈപ്പ് റിലേഷൻ നമ്മൾ പറഞ്ഞു, റിഫ്ലക്സീവ് റിലേഷൻ ആൻഡ് സിമട്രിക് റിലേഷൻ. മൂന്നാമത്തെ ടൈപ്പ് റിലേഷനിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, ഞാൻ എഴുതിയിരിക്കുന്ന രണ്ട് റിലേഷനും 1 2. ശ്രദ്ധിച്ചു നോക്കൂ. 1 2 2 3 1 3. എന്താ ഇതിന്റെ പ്രത്യേകത? 1 2 ഇവിടെ ഫസ്റ്റ് ഓർഡേർഡ് പെയർ എൻഡ് ചെയ്യുന്നത് 2-ല്, നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2-ല്, അങ്ങനെ വരണം. ഇത് രണ്ടും വന്നാൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഏതാണത്? 1 3. കണ്ടോ, ഈ 1 3 അതേ റിലേഷനിൽ തന്നെ ഉണ്ടായിരിക്കണം. 1 2 ബിലോങ്സ് ടു ആർ. 1 2 മാത്രം പോരാ, ആൻഡ് 2 3 ബിലോങ്സ് ടു ആർ, വിച്ച് ഇംപ്ലൈസ് 1 2 2 3 വന്നാൽ അതേ റിലേഷനിൽ തന്നെ 1 3 വരണം. 1 3 ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഇവിടെ നോക്കിയാൽ മതി 2 4. ഓക്കെ, അടുത്തത് ഏതിലാ തുടങ്ങുന്നത്? 4 1. ഓക്കെ, ഇതേ റിലേഷനിൽ തന്നെ ഏത് കൂടെ വരണം നോക്കൂ? 2 1 വരണം. 2 1 വന്നിട്ടില്ലേ? നോക്കി 2 1. ഇനി ഇത് നോക്കിയാൽ മതി. 3 2. അടുത്തത് തുടങ്ങുന്നത് 2-ല്. അപ്പൊ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താവും? 3 3. 3 3 അതേ റിലേഷനിൽ തന്നെ ഉണ്ട്. അതായത് നമ്മളിപ്പോ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ എ ബി ബിലോങ്സ് ടു ആർ, ആദ്യത്തെ ഓർഡേർഡ് പെയർ എ ബി എന്ന് പറയുന്ന ഫോമിൽ. രണ്ടാമത്തെ ഓർഡേർഡ് പെയർ ഏതിൽ തുടങ്ങണമെന്ന് നിർബന്ധമാണ്? ബിയിൽ തുടങ്ങണം. അപ്പൊ ബി സി ബിലോങ്സ് ടു ആർ. ഈ രണ്ട് ഓർഡേർഡ് പെയറും റിലേഷനിൽ വന്നാൽ അതേ റിലേഷനിൽ തന്നെ എ സിയും വരണം. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എ സി. എല്ലാ എയും ബിയും സിയും ഗിവൺ സെറ്റിലെ എലമെന്റ്സ് ആണ്. നമ്മൾ പറയുക ഈ റിലേഷന് നമ്മൾ പറയുന്നത്, ശ്രദ്ധിക്കൂ, ട്രാൻസിറ്റീവ് റിലേഷൻ. ട്രാൻസിറ്റീവ് റിലേഷൻ, റിഫ്ലക്സീവ്, സിമട്രിക്, ട്രാൻസിറ്റീവ് റിലേഷൻ. ശ്രദ്ധിക്കൂ, ട്രാൻസിറ്റീവ്. എ ബി ബിലോങ്സ് ടു ആർ, ബി സി ബിലോങ്സ് ടു ആർ, വിച്ച് ഇംപ്ലൈസ് എ സി ബിലോങ്സ് ടു ആർ, കോൾഡ് ട്രാൻസിറ്റീവ് റിലേഷൻ. ഓക്കെ, മേക്ക് എ നോട്ട്. മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഞാനൊരു റിലേഷൻ എഴുതിയിട്ടുണ്ട് ഓൺ എ. ഈ റിലേഷൻ റിഫ്ലക്സീവ് റിലേഷൻ അല്ല. റിഫ്ലക്സീവ് റിലേഷൻ ആവണമെങ്കിൽ 1 1 2 2 3 3 4 4 അത് ആദ്യം തരണം. അതിലില്ല, റിഫ്ലക്സീവ് റിലേഷൻ അല്ല. ഓട്ടെ, 1 2 വന്നാൽ സിമട്രിക് ആവണമെങ്കിൽ ഏത് കൂടെ വരണം? 2 1 കൂടെ വരണം. 2 1 ഈ റിലേഷനിൽ ഉണ്ടോ നോക്കി. അപ്പൊ ഇത് സിമട്രിക് റിലേഷനും അല്ല. ഇനി നമുക്ക് ട്രാൻസിറ്റീവ് ആണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഇത് നമ്മൾ എ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പെയറായിട്ട് എടുത്താൽ, ഏത് 1 2 എടുത്താൽ
ബി സി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ബി ആണെങ്കിൽ ടൂല് തുടങ്ങണം. ടൂല് തുടങ്ങുന്ന മറ്റ് ഓർഡേർഡ് പെയർ ഇതിലില്ല. മനസ്സിലാവുന്നത്? ഇനി അഥവാ നമ്മൾ 3ഉം 4ഉമാണ് എ ബി ആയിട്ട് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ബി സി എന്ന് പറഞ്ഞാൽ 4ൽ തുടങ്ങുന്ന ഓർഡേർഡ് പെയറാണ്. ഇവിടെ 4ൽ തുടങ്ങുന്ന ഓർഡേർഡ് പെയേഴ്സ് ഇല്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മൾ എ ബി ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ 4ൽ തുടങ്ങുന്ന ഓർഡേർഡ് പെയറാണ് വേണ്ടത്. ബി സി എന്ന് പറയുമ്പോൾ അവിടെ ബി സി ഇല്ല. അപ്പൊ ഈ റിലേഷനിൽ does not contain ഏത് ടൈപ്പ് ഓർഡേർഡ് പെയർ? contains the ordered pairs like AB and BC. ഈ റിലേഷനിൽ എ ബി ബി സി എന്ന് പറയുന്ന ഫോമിലുള്ള ഓർഡേർഡ് പെയേഴ്സ് ഇല്ല. Therefore, so R is not violate the condition of transitivity. Not violate the condition of transitivity. ഇത് ട്രാൻസിറ്റീവ് റിലേഷന്റെ കണ്ടീഷനെ എഫക്ട് ചെയ്യുന്നില്ല. എന്താണ് ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എ ബിയും ബി സിയും വന്നാൽ എ സി വരണം. ഇവിടെ എ ബി ബി സി എന്ന് പറയുന്ന ഓർഡേർഡ് പെയറേ ഇല്ല. അതുകൊണ്ട് ആർ ഈസ് എ ട്രാൻസിറ്റീവ് റിലേഷൻ. ഇവിടെ ആറ് ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. കാരണം എന്താ? ആർ ഡസ് നോട്ട് വയലേറ്റ് ദ കണ്ടീഷൻ ഓഫ് ട്രാൻസിറ്റിവിറ്റി. ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷൻ അത് വയലേറ്റ് ചെയ്യുന്നില്ല, തൊടാൻ പോകുന്നില്ല. എ ബിയും ബി സിയും വന്നാൽ എ സി വരണം എന്നാണ്. ഇവിടെ എ ബിയും ബി സി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ വന്നിട്ടേ ഇല്ല. അതുകൊണ്ട് ആർ ഈസ് എ ട്രാൻസിറ്റീവ് റിലേഷൻ. ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള റിലേഷൻസ്. എ ബി ബി സി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ ഇല്ലെങ്കിൽ കൂടി അത് ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഏതൊക്കെ ടൈപ്പ് റിലേഷൻസ് പഠിച്ചു? റിഫ്ലക്സീവ് റിലേഷൻ, സിമട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ. ഈ 3 റിലേഷൻസും കൂടിയാണെങ്കിൽ such types of relations are called equivalence relation. A relation is said to be an equivalence relation. Said to be an equivalence relation. എന്ത് റിലേഷൻ ആവണമെങ്കിൽ ഈക്വലൻസ് റിലേഷൻ. ഇഫ് ഇറ്റ് ഈസ്, അത് എന്തൊക്കെയാവണം? റിഫ്ലക്സീവ്, പിന്നെ സിമട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അതായത് റിഫ്ലക്സീവും സിമട്രിക്കും ട്രാൻസിറ്റീവുമാണെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻസിനെയാണ് നമ്മൾ ഈക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഗെറ്റ് മീ? അപ്പൊ നമ്മള് റിഫ്ലക്സീവ് റിലേഷൻ, സിമട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ, ഇത് 3ഉം കൂടിയാണെങ്കിൽ നമ്മൾ പറയും ഈക്വലൻസ് റിലേഷൻസ്. നമ്മൾ അതിന്റെ പ്രോബ്ലത്തിലേക്ക് എടുക്കുകയാണ്. NCERT പ്രോബ്ലം എക്സസൈസ് നമ്പർ 1.1. നോക്കൂ. ഡിറ്റർമിൻ വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻസ് ആർ റിഫ്ലക്സീവ്, സിമട്രിക് ഓർ ട്രാൻസിറ്റീവ്. ഓരോ റിലേഷൻസും നമ്മൾ ചെക്ക് ചെയ്യണം. റിഫ്ലക്സീവ് ആണോ, സിമട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന്. Here is our first question. Relation R in the set A 1 മുതൽ 14 വരെ defined as R is equal to ordered pair xy 3x minus y is equal to 0. ഇവിടെ A cross A ന്റെ സബ്സെറ്റ് ആയിരിക്കും. x ഉം A യിലെ എലമെന്റ് ആണ്. പറഞ്ഞോളൂ, y ഉം A യിലെ എലമെന്റ് ആണ്. നമുക്ക് ഇതിനെ ആദ്യം റോസ്റ്റർ ഫോം, അതായത് ടാബുലാർ ഫോമിലേക്ക് മാറ്റാം. നമ്മുടെ കണ്ടീഷൻ എന്താണ്? 3x minus y is equal to 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം
3x is equal to y. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എക്സും വൈയും ഗിവൺ സെറ്റിലെ എലമെന്റ്സ് ആണ്. കൊടുത്തോളൂ. എക്സിന് 1, ഇവിടെ അപ്ലൈ ചെയ്ത 3 is equal to y. റിലേഷനിൽ ആദ്യത്തെ ഓർഡേർഡ് പെയർ 1, 3 വരും അല്ലെ. എക്സ് 1 y 3. എക്സിന് 2 കൊടുക്കുക. 3 into 2 6 is equal to y. അടുത്ത ഓർഡേർഡ് പെയർ എക്സ് 2 ആവുമ്പോ y 6. എക്സിന് നമ്മൾ അടുത്ത എലമെന്റ് 3 കൊടുത്തു. 3 into 3 9 is equal to y. അടുത്ത ഓർഡേർഡ് പെയർ 3, 9. എക്സിന് നമ്മൾ 4 കൊടുത്തു. ദാറ്റ് ഈസ് 3 into 2 4 12 is equal to y 4 12. ഇത് നമ്മളിങ്ങനെ അടിച്ചു കൊടുത്തോണ്ട് വിടരുത്. എക്സിന് നമ്മൾ 5 കൊടുത്തു കഴിഞ്ഞാൽ y എത്രയാണ് വരികയെന്നറിയോ? 3 into 5 15 വരും. നമ്മൾ ശ്രദ്ധിക്കണം, എക്സും വൈയും 7 എലമെന്റ്സ് ആണ്. 15 7ഇല്ല, 14 വരെയുള്ളൂ. അപ്പൊ എക്സിന് 5 മുതൽ അങ്ങോട്ടുള്ള വാല്യൂ കൊടുത്താൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ നമ്മൾ റോസ്റ്റർ ഫോമിലേക്ക് എഴുതുകയാണെങ്കിൽ ഓർഡേർഡ് പെയർ ശ്രദ്ധിക്കൂ 1 3 2 6 3 9 4 12. ഇത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ അതാണ് ബെറ്റർ വേ. ദെൻ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് റിഫ്ലക്സീവ് ആണോ എന്നാണ്. റിഫ്ലക്സീവ് ആകണമെങ്കിൽ 1 1 2 2 3 3 4 4 അങ്ങനെ 14 14 വരെ വരണ്ടേ? ഡെഫിനിറ്റ്ലി 1 1 നോട്ട് ബിലോങ്സ് ടു ആർ. 1 1 റിലേഷനിൽ ഉണ്ടോ മക്കളെ? ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ്. ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ്. ഇനി സിമെട്രിക് ആണോ നോക്കാം. ഏതെങ്കിലും ഒരു ഓർഡേർഡ് പെയർ നിങ്ങൾ എടുത്തോളൂ. 1 3 1 3 വന്നാൽ ഏത് വരണം? 3 1 വരണ്ടേ? 3 1 റിലേഷനിൽ ഉണ്ടോ? തിരിച്ചിട്ടാൽ അതേ റിലേഷനിൽ വരണ്ടേ? റിലേഷനിൽ ഉണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് നോട്ട് സിമെട്രിക്. ഇനി നമ്മൾ വീണ്ടും പോവാണ് ട്രാൻസിറ്റിവിറ്റിന്റെ കണ്ടീഷൻ. എ ബിയും ബി സിയും വന്നാൽ എ സി. എ ബി ബി സി വന്നിട്ടില്ലെങ്കിലും ട്രാൻസിറ്റീവ് ആണ്. ഞാൻ ലാസ്റ്റ് ഒരു കണ്ടീഷൻ പറഞ്ഞില്ലേ? നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇത് എ ബി ആയിട്ട് എടുക്കട്ടെ 1 3. അപ്പൊ ബി സി എന്ന് പറഞ്ഞാൽ 3യിൽ തുടങ്ങണ്ടേ? ഇതാ ബി സി. എ ബിയും ബി സിയും വന്നില്ലേ? ഇനി എ സി വരണമല്ലോ ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ. എ സി എന്ന് പറഞ്ഞാൽ 1 9 അല്ലേ? 1 9 ആ റിലേഷനിൽ ഉണ്ടോ? ഇല്ലല്ലോ. ദെൻ 1 3 ബിലോങ്സ് ടു ആർ ആൻഡ് 3 9 belongs to R. Implies 1 9 not belongs to R. R is not transitive. Therefore, the relation is not reflexive, not symmetric, not transitive relation. Okay? Make a note. Here is our second question. Relation R in the set N. N means capital N of natural numbers defined as R is equal to ordered pair equal to x plus 5, x less than 4. Natural numbers in the set ആണ് കേട്ടോ. അപ്പൊ സെറ്റ് 1 2 3 4 5 6 etc. എക്സ് ലെസ് ദാൻ 4. അപ്പൊ നമുക്ക് ഇവിടെ എക്സിന്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 1 2 3 വരുള്ളൂ. നമുക്ക് റിലേഷൻ ടാബുലാർ ഫോമിലേക്ക് എഴുതാം. എക്സ് 1 ആണെങ്കിൽ y എന്ന് പറയുമ്പോ 1 plus 5 6. എക്സ് 2 ആണെങ്കിൽ 2 plus 5 7. എക്സ് 3 ആണെങ്കിൽ 3 plus 5 8. എക്സ് 4 എടുക്കരുത്, എക്സ് ലെസ് ദാൻ 4. അതാണ് നമ്മുടെ കണ്ടീഷൻ. നോക്കൂ, റിഫ്ലക്സീവ് ആണെന്ന് സെറ്റ് ചെയ്യൂ. വെരി സിമ്പിൾ. 1 1 നോട്ട് ബിലോങ്സ് ടു ആർ. ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ്.
R is not reflexive. അത് റിഫ്ലക്സീവ് റിലേഷൻ അല്ല. ഇനി 1-6 വന്നാൽ 1-6 വന്നാൽ ഏതും വരണം, 6-1 വരണ്ടേ, 6-1 വരണ്ടേ. 6-1 റിലേഷനിൽ ഉണ്ടോ? R is not symmetric. R is not symmetric. ഇനി ഞാൻ ട്രാൻസിറ്റീവ് എടുക്കുമ്പം ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇത് എ ബി ആയിട്ട് എടുത്താൽ ബി സി ഇതിന് വരുന്നില്ല. കാരണം ബി സി എന്ന് പറഞ്ഞാൽ ഏതിൽ തുടങ്ങണം മക്കളെ? 6-ൽ തുടങ്ങണ്ടേ? ഉണ്ടോ? ഇല്ല. ഇത് എ ബി ആയിട്ട് എടുത്താൽ ബി സി എന്ന് പറഞ്ഞാൽ 7-ൽ തുടങ്ങണം. അതുണ്ടോ? ഇല്ല. ഇത് എ ബി ആയിട്ട് എടുക്കൂ, 8-ൽ തുടങ്ങുന്നത് വരെ ഉണ്ടോ? Does not violate the condition of transitivity. Does not violate condition of transitivity. അങ്ങനെയാണെങ്കിൽ here R is a transitive relation. R എന്ത് റിലേഷൻ ആണ്? ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. കാരണം എ ബിയും ബി സിയും ആ റിലേഷനിൽ ഇല്ല, അതുകൊണ്ട് ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, ഓക്കെ. Here is our third question. Relation R in the set of integers defined as R is equal to ordered pair xy such that x minus y is an integer. ഇവിടെ നമ്മൾ നോക്കേണ്ടത് റിലേഷൻ എന്ന് പറയുന്നത് ഇന്റീജിയേഴ്സിന്റെ സെറ്റാണ്, സെറ്റ് ഓഫ് ഇന്റീജിയേഴ്സ്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇതിനെ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്തതുപോലെ ഈ റിലേഷൻ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പറ്റില്ല. കാരണം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഓർഡേർഡ് പെയേഴ്സ് ആ റിലേഷനിൽ വരും. അപ്പൊ നമ്മൾ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ദ ഡെഫിനിഷൻ ഓഫ് റിഫ്ലക്സീവ് റിലേഷൻ ഈസ് എ ബിലോങ്സ് ടു ദ ഗിവൺ സെറ്റ് implies A belongs to R, then R is reflexive. ഇതാണ് നമ്മൾ എന്തിന്റെ ഡെഫിനേഷൻ? റിഫ്ലക്സീവ് റിലേഷന്റെ ഡെഫിനേഷൻ. ഇവിടെ നോക്കൂ, നമ്മൾ എന്ത് അസ്യൂം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് ഇന്റീജിയേഴ്സിന്റെ സെറ്റിലുണ്ട്. എല്ലാ ഇന്റീജിയേഴ്സിനെയും റെപ്രസെന്റ് ചെയ്യാൻ എ എടുക്കും. എന്നിട്ട് ആ കണ്ടീഷൻ വെച്ചിട്ട് എ റിലേഷനിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. എന്താണ് നമ്മളെ കണ്ടീഷൻ? എക്സ് വൈ റിലേഷനിൽ വരണമെങ്കിൽ എക്സ് മൈനസ് വൈ ഇന്റീജർ ആയിട്ട് ഉണ്ടാവണം. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റും. 3-2 ഈ കണ്ടീഷൻ അനുസരിച്ച് ഈ റിലേഷനിൽ വരും. കാരണം എന്താ? 3-2 ഇന്റീജർ ആണ്. ഓക്കെ, നമ്മൾ നോക്കുകയാണ്. നോക്കൂ, ലെറ്റ് us assume that A belongs to the given set. ഇത് നമ്മൾ അസ്യൂം ചെയ്യും. ഇത് ഞാൻ ഡെഫിനേഷൻ എഴുതിയാണ്, ഇത് നമ്മൾ അസ്യൂം ചെയ്യും. ഇനി നമ്മൾ എന്താണ് നോക്കേണ്ടത് മക്കളെ? എക്സ് വൈ റിലേഷനിൽ ഉണ്ടാവണമെങ്കിൽ എക്സ് മൈനസ് വൈ ഇന്റീജർ ആവണം. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എ റിലേഷനിൽ ഉണ്ടോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ എ മൈനസ് എ എന്താവണം? എ മൈനസ് എ എന്താവണം? ഇന്റീജർ ആവണം. എ മൈനസ് എ എന്താണ്? 0 അല്ലേ? 0 ഒരു ഇന്റീജർ അല്ലേ? 0 ഒരു ഇന്റീജർ അല്ലേ? 0 ഇന്റീജർ ആയതുകൊണ്ട് എ റിലേഷനിൽ ഉണ്ടാവും. അപ്പൊ ആ എന്ത് റിലേഷനാണ്? റിഫ്ലക്സീവ് റിലേഷനാണ്. അങ്ങനെയാണ് റിഫ്ലക്സിവിറ്റി പ്രൂവ് ചെയ്യുക. എ ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുക, അവരെ കണ്ടീഷൻ അനുസരിച്ച് എ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇത് ഓരോ ക്വസ്റ്റ്യനിലും കണ്ടീഷൻസ് മാറിക്കൊണ്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സിമട്രിക്. സിമട്രിക്കിന് എന്ത് അസ്യൂം ചെയ്യുക? ലെറ്റ് us assume that
എ ബി ബിലോങ്സ് ടു ആർ, എ ബി റിലേഷനിൽ ഉണ്ട് എന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് എന്ത് ചെക്ക് ചെയ്യണം? ബി എ റിലേഷനിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ബി എ ഉണ്ടെങ്കിൽ അതെന്താണ്? സിമട്രിക് ആണ്. അപ്പൊ എ ബി ഉണ്ട് എന്ന് അസ്യൂം ചെയ്യും. എക്സ് വൈ ഉണ്ടെങ്കിൽ എക്സ് മൈനസ് വൈ ഇന്റീജർ ആയിരിക്കും അല്ലേ? അപ്പൊ എ ബി റിലേഷനിൽ ഉണ്ടെങ്കിൽ എ മൈനസ് ബി എന്തായിരിക്കും? ഇന്റീജർ ആയിരിക്കും. എ ബി ഉണ്ട് എന്നല്ലേ അസ്യൂം ചെയ്തത്. അപ്പൊ എ മൈനസ് ബി ഇന്റീജർ ആവണ്ടേ? എ മൈനസ് ബി ഇന്റീജർ ആണെങ്കിൽ ഡെഫിനിറ്റ്ലി ബി മൈനസ് എയും ഇന്റീജർ ആയിരിക്കും. എ മൈനസ് ബി ഇന്റീജർ ആണെങ്കിൽ ബി മൈനസ് എയും ഇന്റീജർ ആയിരിക്കും. ബി മൈനസ് എ ഇന്റീജർ ആണെങ്കിൽ ബി എ ബിലോങ്സ് ടു ആർ. ബി എ എവിടെ ഉണ്ടാവും? റിലേഷൻ ഉണ്ടാവും. എ മൈനസ് ബി ഇന്റീജർ ആണെങ്കിൽ എ ബി ഉണ്ടാവും. അപ്പൊ ബി മൈനസ് എ ഇന്റീജർ ആണെങ്കിൽ ബി എ ഉണ്ടായിരിക്കും. അപ്പൊ എ ബി വന്നു, ബി എ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തു. റിലേഷൻ ഈസ് സിമട്രിക്. സിമട്രിക് ആണ്. ഓക്കെ, ഇനി ട്രാൻസിറ്റിവിറ്റിന്റെ കണ്ടീഷൻ നോക്കാം. വാട്ട് ഈസ് ട്രാൻസിറ്റിവിറ്റി? എന്തൊക്കെ അസ്യൂം ചെയ്യണം? എ ബി റിലേഷനിൽ ഉണ്ട് എന്ന് അസ്യൂം ചെയ്യണം. ലെറ്റ് പിന്നെയോ ബി സിയും റിലേഷനിൽ ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. എന്നിട്ട് എന്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എ സി റിലേഷനിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയല്ല ട്രാൻസിറ്റിവിറ്റി. എ ബി റിലേഷനിൽ ഉണ്ടെങ്കിൽ എ മൈനസ് ബി എന്തായിരിക്കും? ഇന്റീജർ ആയിരിക്കും. ആൻഡ് ബി സി റിലേഷനിൽ ഉണ്ട് എന്നല്ലേ അസ്യൂം ചെയ്തത്. അപ്പൊ എന്തായിരിക്കും? ബി മൈനസ് സിയും ഇന്റീജർ ആയിരിക്കും. എ മൈനസ് ബിയും ഇന്റീജർ ആണ്, ബി മൈനസ് സിയും ഇന്റീജർ ആണ്. അസ്യൂം ചെയ്തതാണ്. ഇനി നോക്കൂ, എ സി റിലേഷനിൽ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അത് റിലേഷനിൽ ഉണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷൻ അനുസരിച്ച് എ മൈനസ് സി എന്താവണം? ഇന്റീജർ ആവണം. എ മൈനസ് സി ഇന്റീജർ ആണെങ്കിലാണ് എ സി റിലേഷനിൽ ഉണ്ടാവുക അല്ലെ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യും. എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഈസ് ഓൾസോ എ ഇന്റീജർ. രണ്ട് ഇന്റീജർ ആഡ് ചെയ്താൽ നമുക്ക് മറ്റൊരു ഇന്റീജർ ആണ് കിട്ടുക. നോ ഡൗട്ട്. അപ്പൊ മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസൽ ആവും. എന്ത് വന്നു? എ മൈനസ് സി ഈസ് ആൻ ഇന്റീജർ. എ മൈനസ് സി എന്താണെന്ന് മനസ്സിലായി, ഇന്റീജർ ആണെന്ന് മനസ്സിലായി. അപ്പൊ എ സി റിലേഷനിൽ ഉണ്ടാവും. എ മൈനസ് സി ഇന്റീജർ ആണെങ്കിൽ എ സി റിലേഷനിൽ ഉണ്ടാവും. ട്രാൻസിറ്റീവ് എന്തും കൂടിയാണ്? ട്രാൻസിറ്റീവ് റിലേഷനും കൂടിയാണ്. അപ്പൊ റിഫ്ലക്സീവ് ആണ്, സിമട്രിക് ആണ്, ട്രാൻസിറ്റീവുമാണ്. അതുകൊണ്ട് ഈ റിലേഷൻ നമുക്ക് പറയാം ഈക്വലൻസ് റിലേഷൻ. അപ്പൊ നിങ്ങൾക്ക് അഥവാ ക്വസ്റ്റ്യൻ ഈക്വലൻസ് റിലേഷൻ പ്രൂവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുന്നത്: റിഫ്ലക്സീവ്, സിമട്രിക്, ട്രാൻസിറ്റീവ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മൾ എടുത്ത ക്ലാസ്സുകളിലൂടെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. 1 or 2 തവണ ഈ വീഡിയോ കാണുന്നതോടുകൂടെ തന്നെ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തന്നെ ഇതിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും എക്സ്ട്രാ നോട്ട്സും ഞങ്ങൾ അയച്ചു തരും. അതും കൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, ശരിക്കും പഠിക്കുക. അതിനുശേഷം ഞങ്ങളൊരു എക്സാം നടത്തും. ആ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അയച്ചു തരും. നിങ്ങളത് കറക്റ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ ഞങ്ങൾ അത് വാല്യൂ ചെയ്ത് തിരിച്ചു തരുന്നതായിരിക്കും. ഈ വീഡിയോ എടുക്കുന്നതോടുകൂടി തന്നെ ഈ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം? ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ഞങ്ങൾ അതിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്ത് വോയിസ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ എഴുതിയിട്ടോ നിങ്ങൾക്ക് ഇമേജ് ആക്കി തിരിച്ചയക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.